ഗുഡ് മോർണിംഗ്. PSC അപ്പിയറൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലുള്ള ഒരു പാഠഭാഗമാണ്. സോഷ്യൽ സയൻസിലുള്ള രണ്ടാമത്തെ പാഠഭാഗമായ മധ്യകാല ഇന്ത്യ, സമൂഹം, വിഭവം, വിനിമയം. ഈ ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഒന്നാമത്തെ പാഠഭാഗം, 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലുള്ള ഒന്നാമത്തെ പാഠഭാഗം, അതും മധ്യകാല ഇന്ത്യയുമായി ബന്ധപ്പെട്ടതായിരുന്നു. മധ്യകാല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാജവംശങ്ങളും അധികാര കേന്ദ്രങ്ങളും ഒക്കെ ആയിരുന്നു അവിടെ ചർച്ച ചെയ്തിരുന്നത്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. അപ്പൊ കാണാത്ത ആളുകൾ നിർബന്ധമായിട്ടും ആ വീഡിയോ കാണുക, അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക. കാരണം നേരത്തെ പറഞ്ഞതൊക്കെ അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ മധ്യകാല ഇന്ത്യയിലെ ജനജീവിതം എങ്ങനെയായിരുന്നു, അവരുടെ പ്രധാനപ്പെട്ട തൊഴിലുകൾ എന്തൊക്കെയായിരുന്നു, അവരെങ്ങനെയാണ് വിഭവ സമാഹരണം നടത്തിയത്, അവർ തമ്മിലുള്ള ആശയവിനിമയം എങ്ങനെയായിരുന്നു. ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ വ്യവസ്ഥിതിയെക്കുറിച്ചും വിശകലനം ചെയ്യുന്നൊരു പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊരു ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് തരാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മധ്യകാല ഇന്ത്യയിലെ സമൂഹത്തിന്റെ പ്രത്യേകതകൾ. കഴിഞ്ഞ പാഠഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ഉണ്ടായിരുന്ന തൊമര രാജവംശം, അതുപോലെ ചൗഹാൻ രാജവംശം, അതിനുശേഷം വന്ന സൽത്തനത്ത് ഭരണം, പിന്നീട് മുഗൾ രാജവംശം. ഇതായിരുന്നു പ്രധാനമായിട്ടും ഡൽഹി ഭരിച്ചത്. ഇനി ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നത് ഏതൊക്കെയാണ്? അത് ചോളന്മാരും പിന്നെ വിജയനഗര സാമ്രാജ്യവും ബാഹ്മിനി സാമ്രാജ്യമായിരുന്നു. എന്നാൽ പശ്ചിമേന്ത്യയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് മറാഠകൾ അഥവാ മറാത്ത സാമ്രാജ്യമായിരുന്നു. ഈ കാര്യങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു രാജവംശം നിലനിന്നിരുന്നൊരു സമയത്ത് സാധാരണ ജനങ്ങളുടെ ജീവിതാവസ്ഥ എങ്ങനെയായിരുന്നു എന്നതാണ്. പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ ബാബർനാമയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ അത്ഭുതമുളവാക്കുന്ന ഭൂഭാഗമാണ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വിഭിന്നമാണ്. ഇവിടുത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികൾ എല്ലാം വ്യത്യസ്തമാണ്. ഇവിടുത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാർന്നവയാണ്. ഈ ഒരു വാക്കുകൾ ബാബർനാമയിലുള്ളതാണ്. എന്താണ് ബാബർനാമ? മുഗൾ ചക്രവർത്തി ബാബറിന്റെ ഓർമ്മക്കുറിപ്പാണെന്ത് ബാബർനാമ. ഇവിടെ നിന്നും ഇന്ത്യയുടെ ഒരു ഭൂപ്രകൃതിയെക്കുറിച്ചും ജനജീവിതത്തെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും. ഇന്ത്യയിലെ വൈവിധ്യങ്ങളും വിഭവങ്ങളും കാരണമാണെന്ത് വിദേശികളൊക്കെ ഇങ്ങോട്ട് വന്നത്. ഇന്ത്യയിലെ വിഭവങ്ങളും വൈവിധ്യങ്ങളൊക്കെ നേടിയെടുക്കാനും അത് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് എന്ത് വിദേശികൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ കുറെ സഞ്ചാരികളെ മധ്യകാല ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ ഇത്തരം ഭൂപ്രകൃതിക്ക് സാധിച്ചിരുന്നു. അക്കാലത്തെ സാമൂഹിക സാമ്പത്തികാവസ്ഥയൊക്കെ മനസ്സിലാക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഇങ്ങനെ വന്ന സഞ്ചാരികളുടെ, വിദേശ സഞ്ചാരികളുടെ സഞ്ചാര കുറിപ്പുകളിൽ നിന്നാണ്. അല്ലെ, വിദേശ സഞ്ചാരികൾ കുറെ വന്നിരുന്നു മധ്യകാലഘട്ടത്തിൽ. അവരെഴുതി വെച്ച സഞ്ചാര കുറിപ്പിൽ നിന്നാണ് മധ്യകാല ഇന്ത്യയിലെ ജനജീവിതത്തെക്കുറിച്ചും അവിടെ ഉണ്ടായിരുന്ന പ്രധാന വിഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ അൽ ബറൂനി എന്ന സഞ്ചാരിയുടെ വിവരണമാണ് മുകളിൽ കൊടുത്തത്. ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണം. ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്ന് നികുതി അടയ്ക്കണം. വരുമാനത്തിന്റെ 1/6 ഭാഗം നാടിന്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് അൽ ബറൂനി എഴുതി വെച്ചത്. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ സഞ്ചാരിയാണ് അൽ ബറൂനി. അപ്പൊ ഈ ഒരു വിവരണത്തിൽ നമുക്കറിയാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നികുതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കര അടയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ പ്രധാനപ്പെട്ട ജീവിത മാർഗം അഥവാ തൊഴിൽ എന്തൊക്കെയാന്നൊക്കെ അവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ ഏതായിരുന്നു? ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൃഷിയായിരുന്നു. പരുത്തി, ധാന്യങ്ങള്, പയറുവർഗ്ഗങ്ങള്, നീലം, കരിമ്പൊക്കെ കൃഷി ചെയ്തിരുന്നു. പിന്നെ കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ കൃഷി ചെയ്യാൻ പറ്റും, പക്ഷെ അവിടെ ഇതുവരെ കൃഷി ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇത്തരം ഭൂമിയിൽ ആദ്യമായി കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ ഉടമാവകാശം ലഭിച്ചിരുന്നു. ഇപ്രകാരം കൃഷിഭൂമിയുടെ ഉടമാവകാശം നേടാൻ ഉത്സാഹശീലരായ കുറെ കർഷകർ ശ്രമിച്ചു. കാരണം എന്താണ്? ആദ്യമായിട്ട് ആ ഒരു സ്ഥലത്ത് കൃഷി ഇറക്കിയാൽ ആ സ്ഥലം അവരുടെ സ്വന്തമായി മാറും. അതുകൊണ്ട് തന്നെ കൃഷി
നല്ല രീതിയിൽ വളർന്നു വന്നിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പൊ അതിനുവേണ്ടി ഓരോ ഭരണാധികാരികളും കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജലസേചന സൗകര്യം കൊടുത്തു, നല്ല നല്ല വിത്തുകൾ വിതരണം ചെയ്തു, പിന്നെ നികുതിയിലൊക്കെ ഇളവ് കൊടുത്തു അല്ലെ. കൃഷിയൊക്കെ നശിക്കുന്ന സമയത്തും നികുതി ഇളവ് ചെയ്തു കൊടുത്തു അല്ലെ, നികുതി അടയ്ക്കേണ്ട എന്ന സ്ഥിതിയിലേക്കൊക്കെ മാറി. ഇതുകൊണ്ട് തന്നെ എന്താണ്, ആളുകൾ കൃഷിയോട് വളരെ വളരെ അടുത്ത് വരികയാണ് ചെയ്തത് അല്ലെ, കൃഷിയിലേക്ക് ആകർഷണം വന്നുകൊണ്ട് തന്നെ ആളുകൾ മുന്നോട്ട് വന്നു. അപ്പൊ കൃഷി നല്ലൊരു ആകർഷണം തരുന്ന അല്ലെ, ആകർഷിക്കുന്ന ഒരു തൊഴിൽ തന്നെയായിരുന്നു. പിന്നെ ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴും ഈ ഒരു ശമ്പളം കൊടുക്കുന്നതിനെക്കാട്ടും ഉപരിയായിട്ട് ഭൂമിയായിരുന്നു കൊടുത്തിരുന്നത്. ഇത് ഇക്ത എന്നാണ് അറിഞ്ഞിരുന്നത്. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇക്ത എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടത്. ഇക്ത അതായത് ഉദ്യോഗസ്ഥർക്ക് എന്ത് കൊടുക്കുക, ശമ്പളത്തിന് വേതനത്തിന് പകരം ഭൂമി കൊടുക്കുന്ന സമ്പ്രദായം ഇക്ത എന്നറിയപ്പെട്ടത് സൽത്തനത്ത് കാലഘട്ടത്തിലാണ്. എന്നാൽ മുഗൾ കാലഘട്ടത്തിൽ ഇതിന്റെ പേരെന്താ, ജാഗിർദാരിയാണ്. അപ്പൊ ജാഗിർദാരി ഇക്ത എന്നൊക്കെ പറയുന്നത് എന്താണ്, ഉദ്യോഗസ്ഥർക്ക് വേതനത്തിന് പകരമായിട്ട് ഭൂമി കൊടുക്കുന്ന സമ്പ്രദായം. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇക്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ ജാഗിർദാരി എന്നുമാണ് ഇത് അറിയപ്പെട്ടത്. കൃഷി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുറെ തൊഴിലുകൾ ഉണ്ടായിരുന്നു. ലോഹപ്പണി അല്ലെ, അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ നെയ്ത്തും ഒക്കെ പ്രധാനപ്പെട്ട തൊഴിലായി മാറിയിരുന്നു. പിന്നെ പട്ടണങ്ങളിലായിരുന്നു കൂടുതൽ എന്ത്, നെയ്ത്ത് ഉണ്ടായിരുന്നത്. ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ച പരുത്തിയും നീലവും പട്ടുനൂലും നെയ്ത്ത് വ്യവസായത്തെ ഒക്കെ വളരെ ശക്തമാക്കി. കാരണം ഇന്ത്യയിലേക്ക് കുറെ ആളുകളെ ആകർഷിക്കുകയാണ് ചെയ്തത്. നല്ല നല്ല പട്ട് വസ്ത്രങ്ങളും അതുപോലെ തന്നെ പരുത്തി കൃഷിയും പിന്നെ നീലവും പട്ടുനൂലും ഒക്കെ ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇന്ത്യൻ നെയ്ത്തുകാർ വ്യത്യസ്ത ഗുണത്തിലും നിറത്തിലുമുള്ള കുറെ വസ്ത്രങ്ങൾ ഉത്പാദിപ്പിച്ചിരുന്നു. അതിൽ പട്ട്, പരുത്തി, കമ്പിളി ഒക്കെ ഉണ്ടായത് എന്തായിരുന്നു, വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് കുറെ ആളുകൾ ഉണ്ടായിരുന്നു, ആവശ്യക്കാരുണ്ടായിരുന്നു പട്ടിനും പരുത്തിക്കും കമ്പിളിക്കും. പിന്നെ തുണി നെയ്ത്തിന് പുതിയ പുതിയ ഉപകരണങ്ങൾ അവർ നിർമ്മിച്ചു, അത് ഉപയോഗിച്ചു. നേരത്തെ പറഞ്ഞു ലോഹപ്പണിയും അതുപോലെ തന്നെ ഉപകരണ നിർമ്മാണം ഒക്കെ പ്രധാനപ്പെട്ട തൊഴിലുകളായിരുന്നു. ഇങ്ങനെ ഉപകരണ നിർമ്മാണത്തിന്റെ ഫലമായിട്ട് എന്താണ്, പുതിയ പുതിയ നെയ്ത്ത് യന്ത്രങ്ങളൊക്കെ വന്നു. ചർക്കയും തറികളൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിച്ചു. തുണികളിൽ ചായ മുക്കുന്നതിന് എന്താണ്, നീലവും നിറക്കൂട്ടൊക്കെ ആയിരുന്നു ഉപയോഗിച്ചത്. ചായ മുക്കുന്നത് നീലവും നിറക്കൂട്ടൊക്കെ ഉപയോഗിച്ചായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഇത്രയ്ക്ക് നന്നായിട്ട് നെയ്ത്ത് മുന്നോട്ട് പോയതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വസ്ത്രങ്ങൾക്ക് വളരെയധികം പ്രിയമേറി അല്ലെ, വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിലെ വസ്ത്രങ്ങൾക്ക് വളരെയധികം പ്രിയമേറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിക്കോളോ കോണ്ടിയുടെ ഒരു ചെറിയ പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. വിജയനഗരം എന്ന മഹാനഗരി കീഴ്ക്കാന്തൂക്കായ മലനിരകൾക്കരികിലാണ്. നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ട്. സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം വില പിടിച്ച വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞവയാണ്. അപ്പം അത് പറയാണ്, വിജയനഗരത്തിലെ കുറച്ച് കാഴ്ചകളാണെന്ത് നിക്കോളോ കോണ്ടി ഇവിടെ വിവരിച്ചത്. അപ്പൊ അതിൽ പറയുന്നുണ്ട്, വളരെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഓരോരോ അങ്ങാടികളും. നഗരത്തിലെ ഓരോരോ അങ്ങാടികളും വളരെ വിലപിടിച്ച വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. പിന്നെ സമ്പൽ സമൃദ്ധമായ ഒരു നാടായിരുന്നു അവിടെ അദ്ദേഹം വന്ന സമയത്ത് കാണാൻ സാധിച്ചത്. അപ്പൊ നഗരങ്ങളും വാണിജ്യമൊക്കെ എങ്ങനെയാണെന്നാണ് നിക്കോളോ കോണ്ടി പറയുന്നത്. ആരാണ് നിക്കോളോ കോണ്ടി? ഇറ്റാലിയൻ സഞ്ചാരിയാണ്. മറന്നുപോയത്, ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ കോണ്ടി വിജയനഗരം സന്ദർശിച്ച സമയത്ത് രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് നമ്മൾ കുറച്ചു മുന്നേ കണ്ടത്. ഇപ്പൊ കാർഷിക രംഗത്ത് പുരോഗതി, വാണിജ്യ അഭിവൃദ്ധിപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി. കാരണം എന്താണ്, നല്ല നല്ല വിത്തിനങ്ങളും അല്ലെങ്കിൽ പുതിയ പുതിയ കൃഷി ഉപകരണങ്ങളും അല്ലെ കാർഷിക പുരോഗതിയൊക്കെ എല്ലാ നിലയിലും എന്താണ് മെച്ചപ്പെട്ട് വരികയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങി. പിന്നെ ചന്ദനം, അതുപോലെ തന്നെ എന്താ പറയാ ഔഷധങ്ങൾ, ഇതൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പൊ പുറം നാടുകളിൽ നിന്നൊക്കെ എന്താണ് ആളുകൾ ഇവിടേക്ക് എത്താൻ തുടങ്ങി. കൂടാതെ തുണിത്തരങ്ങള്, പിന്നെ തുകൽ വസ്ത്രങ്ങള്, പിന്നെ നല്ല നല്ല രത്നങ്ങള്, പിന്നെ ലോഹങ്ങള്, ലോഹപാത്രങ്ങള്, ലോഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുറെ കാര്യം, പിന്നെ മുത്തുകള്, ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട വിഭവങ്ങള്, ഇതൊക്കെ എന്താണ് വ്യാപാരികൾക്ക് നല്ല വില കിട്ടുമായിരുന്നു. കാരണം ഇന്ത്യയിൽ നിന്ന് വാങ്ങിയിട്ട് മറ്റൊരു സ്ഥലത്ത് വിറ്റാൽ അവർക്ക് നല്ല ലാഭം കിട്ടും. അതുകൊണ്ട് തന്നെ വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചതും ഇത്തരം വസ്തുക്കളായിരുന്നു. അപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കച്ചവടക്കാർ എവിടെ എത്തിയിട്ടുണ്ട്, മധ്യകാലത്ത് ഇന്ത്യയിൽ എത്തി. അപ്പൊ അതിൽ ആരൊക്കെ ഉണ്ട്, ചൈനക്കാരുണ്ട്, അറബികളുണ്ട്, പോർച്ചുഗീസുകാരുണ്ട്, പിന്നെയോ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ ഉണ്ട്. നമുക്കറിയാം അല്ലെ, ഇംഗ്ലീഷും ഫ്രഞ്ചും ഡച്ചൊക്കെ നമുക്ക് അറിയുന്നതാണ്. പിന്നെ കോഴിക്കോട് നിന്ന് പരുത്തി തുണിത്തരങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഈ തുണിത്തരങ്ങൾ യൂറോപ്യൻ വിപണിയിൽ കാലിക്കോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോഴിക്കോടിനെ യൂറോപ്യന്മാർ കാലിക്കറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം കോഴിക്കോടിനെ യൂറോപ്യന്മാർ വിളിച്ച പേരെന്താണ്, കാലിക്കറ്റ് അല്ലെ. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇപ്പൊ കാലിക്കറ്റ് നമ്മൾ എഴുതാറുണ്ട് അല്ലെ.
അപ്പൊ നല്ല നല്ല പരുത്തി വസ്ത്രങ്ങൾ എവിടുന്നായിരുന്നു മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നത്? അത് കേരളത്തിലെ കോഴിക്കോട് എന്ന സ്ഥലത്ത് നിന്നുമായിരുന്നു. ഓക്കെ, അപ്പൊ അത്തരം തുണിത്തരങ്ങളെ വിളിച്ച പേരെന്താണ്? കാലിക്കോ എന്നാണ് വിളിച്ചത് അല്ലെ, കാലിക്കോ. ഈ രണ്ട് സഞ്ചാരികളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഇബ്നു ബത്തൂത്ത, മറ്റൊന്ന് റാൽഫ് ഫിച്ച്. വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നഗരങ്ങളുടെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ്. വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും ദൗലത്താബാദും. ദൗലത്താബാദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, പുതിയ ആസ്ഥാനമായിരുന്നു ദൗലത്താബാദ്, വീണ്ടും തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ മാറിയിരുന്നു അല്ലെ. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇബ്നു ബത്തൂത്ത പറയുന്നത്. ഇനി ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്ത് തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ്. ഡൽഹി ആവട്ടെ വലുതും സമ്പന്നവുമായ നഗരവും. അത് റാൽഫ് ഫിച്ച് പറഞ്ഞതാണ് അല്ലെ, ഇംഗ്ലീഷുകാരാണ് റാൽഫ് ഫിച്ച് ആണ് അത് പറഞ്ഞത്. ഇബ്നു ബത്തൂത്തി റാൽഫ് ഫിച്ച് ഒക്കെ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? നഗരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആരാണ് ഇബ്നു ബത്തൂത്ത? സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. ഇപ്പൊ മാറിപ്പോയത്, മൊറോക്കോ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. എന്നാൽ മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയാണ് ആര്? റാൽഫ് ഫിച്ച്. റാൽഫ് ഫിച്ച് എന്ന് പറയുമ്പോൾ ഒരു ഇംഗ്ലീഷ് പേരാണ് അല്ലെ. അപ്പം ഈ ഇംഗ്ലീഷ് സഞ്ചാരിയാണ് റാൽഫ് ഫിച്ച്. അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ വന്നത്? മുഗൾ കാലഘട്ടത്തിലാണ് അല്ലെ. മുഗൾ ഭരണത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരി ആരാണ്? അത് ഇബ്നു ബത്തൂത്തയാണ്. ഇവരൊക്കെ നഗരങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. ഉൽപാദന കേന്ദ്രങ്ങളും ചന്തകളൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ അങ്ങനെ കുറെ നഗരങ്ങൾ, ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര അല്ലെ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കൈത്തൊഴിലുകാരുണ്ടായിരുന്നു, വ്യാപാരികൾ ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, പരിചാരകരുണ്ടായിരുന്നു, അടിമകൾ ഉണ്ടായിരുന്നു. ഇവരൊക്കെ നഗരങ്ങളിൽ കണ്ടിരുന്നു. അപ്പം കൈത്തൊഴിൽ ചെയ്യുന്ന ആളുകൾ നഗരങ്ങളിൽ ഉണ്ടായിരുന്നു, പ്രത്യേകതരം വ്യാപാരം ചെയ്യുന്നവരുണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, പരിചാരകരായി ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു. കൂടാതെ അടിമകളെയും നമുക്ക് എവിടെ കാണാൻ പറ്റുമായിരുന്നു? നഗരങ്ങളിൽ കാണാൻ പറ്റുമായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ കുറെ നഗരങ്ങൾ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. ഡൽഹി, ആഗ്ര അല്ലെ, മുർഷിദാബാദ്, കൽക്കത്ത എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, കോഴിക്കോട്, കൊച്ചി, കൊല്ലം അല്ലെ, കുറെ നഗരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തൊഴിൽ കേന്ദ്രങ്ങളെ കുറിച്ച് ബെർണിയർ ആണ് പറഞ്ഞത്. കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കണ്ടിരുന്നു. ഒരു മുറിയിൽ മേൽനോട്ടക്കാരന് കീഴിൽ ചിത്രത്തുന്നൽ നടത്തുന്നവരെ കാണാം, മറ്റൊന്നിൽ സ്വർണ്ണപ്പണിക്കാരെ കാണാം, ചായം പൂശുന്നവരും ചെരുപ്പുണ്ടാക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വേറെ വേറെ അടുത്തടുത്തുള്ള മുറികളിലായിരുന്നു ഉണ്ടായിരുന്നത്. അതാണെന്ത്, ഫ്രഞ്ച് സഞ്ചാരിയായ ബെർണിയർ ഇന്ത്യയിലെ തൊഴിൽ കേന്ദ്രങ്ങളെ കുറിച്ച് പറഞ്ഞത്. തൊഴിൽ കേന്ദ്രങ്ങളെ കുറിച്ചും തൊഴിൽ വിഭാഗങ്ങളെ കുറിച്ചാണ് ആര് പറഞ്ഞത്? ബെർണിയർ പറഞ്ഞത്. അദ്ദേഹം ഫ്രഞ്ച് സഞ്ചാരിയാണ്. ഒരു ചിത്രം കണ്ടില്ലേ, ചെങ്കോട്ടയിൽ ഒരു കാർഖാനന്റെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകൾ. എന്താണ് കാർഖാനകൾ? മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന സ്ഥലം. അപ്പൊ അവിടെ എന്താണ്, ഒരാൾ നിന്നിട്ട് ബാക്കിയുള്ള ആളുകൾ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ വളരെ വൃത്തിയിൽ ചെയ്ത ഇത്തരം വസ്തുക്കൾ എങ്ങോട്ട് കയറ്റി അയക്കും? കൊട്ടാരങ്ങളിലേക്കും പ്രഭുക്കന്മാർക്കും ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഒരാളുടെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടാണ് അത്തരം പണികളൊക്കെ ആളുകൾ പൂർത്തിയാക്കിയിരുന്നത്. ഇനി ജനജീവിതം എങ്ങനെയാ നമുക്ക് നോക്കാം അല്ലെ. ടെവർണിയർ പറഞ്ഞ കാര്യമാണ്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടെവർണിയർ പറഞ്ഞിട്ട് എന്താണ്, ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതിക്കും വസ്ത്രധാരണത്തിനും ഭക്ഷണ രീതിക്കും വ്യത്യാസങ്ങളുണ്ട് അല്ലെ. ഇന്ത്യ എന്ന് പറയുമ്പോൾ അല്ലെ കുറേ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ ചേർന്നതാണ്. കൂടാതെ ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയൊക്കെ കാണാൻ പറ്റും അല്ലെ. വളരെ ആലങ്കാരികമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകളെയും അല്ലാത്തവരൊക്കെ അവിടെ കാണാൻ സാധിച്ചു എന്നാണ് ആര് പറഞ്ഞത്? ടെവർണിയർ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം മുഗൾ കാലഘട്ടത്തിലാണ് വന്നത്, ഫ്രഞ്ച് സഞ്ചാരിയാണ്. പിന്നെ ജാതി, ഉദ്യോഗം, സമ്പത്ത് അല്ലെ തുടങ്ങിയതനുസരിച്ച് ആളുകൾക്ക് പല സാമൂഹിക പദവികളും നൽകിയിരുന്നു. രാജാക്കന്മാര്, പ്രഭുക്കന്മാര്, പുരോഹിതന്മാര്, ഉദ്യോഗസ്ഥരൊക്കെ ഉയർന്ന ആളുകളായിരുന്നു. ഈ കൈത്തൊഴിലും കൃഷിയിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആളുകള് താഴെ തട്ടിലുള്ളവരായിരുന്നു. പിന്നെ ഓരോ ജാതിയിൽപ്പെട്ടവർക്കും പ്രത്യേകം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. സതി, ശൈശവിവാഹമൊക്കെ അക്കാലത്ത് ഭയങ്കര ശക്തമായി തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്നു.